പുതിയ രൂപത്തിലേക്ക് ദേവി സങ്കല്പമാണ് നിറഞ്ഞു നിൽക്കുന്നത്. തിരുവമ്പാടി ഭഗവതി തന്നെയോ എന്ന് തോന്നും വണ്ണം ദേവീ രൂപത്തിലാണ് തിരുവമ്പാടിയുടെ മറുപടി. ഇനി അതിൽ രൂപങ്ങളിലേക്കുള്ള മറുപടികൾ അല്ലെങ്കിൽ ആ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. രാമനും പരമശിവനും മഹാവിഷ്ണുവും എല്ലാം നിറഞ്ഞു രൂപങ്ങളിലേക്ക് ഭഗവതിയുടെ ഒരു സങ്കല്പമുണ്ട്. അത് പ്രകൃതി ആരാധനയുടെ കൂടി സങ്കല്പമാണ്. കാരണം ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കപ്പുറത്ത് ഈ പ്രകൃതിയുണ്ട്, ഞങ്ങളുടെ അമ്മയുണ്ട് എന്ന് പറയുന്ന അത്തരം ഒരു സങ്കല്പം കൂടി, ആ ശക്തി ഉപാസനയുടെ ഒരു സങ്കല്പം കൂടി ഇവിടെയുണ്ട്. മഹാരാജ്ഞിയായി മഹാസിംഹാസനേശ്വരിയായി കാണുന്ന ആ സങ്കല്പത്തിൽ തിരുവമ്പാടി ഭഗവതിയെ തന്നെ ഇടംപേറ്റി നിർത്തിയിരിക്കുന്ന ആനപ്പുറത്ത് അതിനിരുവശത്തും ഭഗവതികളെ, സ്വന്തം ഭഗവതിയെ, തിരുവമ്പാടി ഭഗവതിയാണ് വരുന്നത്. അപ്പോൾ ആ തിരുവമ്പാടി ഭഗവതിയുടെ കോലമുണ്ട്, അതിനിരുവശത്തും ഭഗവതിയെ തന്നെ അണിനിരത്തുന്നു. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് രാവിലെ പറഞ്ഞതുപോലെ ഭഗവതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തിരുവമ്പാടിയുടെ ഗജകേസരികൾക്ക് മുകളിൽ ഭഗവതി നിറയുമ്പോൾ മറുപടി എന്ത്? രാമച്ചത്തിൽ ഉണ്ടാക്കിയ കഥകളിയുമായി ബൈന്ദൂരിൽ നിന്ന്, കർണാടകത്തിലെ ബൈന്ദൂരിൽ നിന്ന് എത്തിച്ച രാമച്ചക്കുടകളാണ് പാറമേക്കാവിന്റെ മറുപടി. അതിലും കഥകളിയുടെ രൂപം കൊത്തിയിട്ടുള്ള കുടകൾ, മറുവശത്ത് വീണ്ടും അതിന് മറുപടി പച്ചക്കുടകളാണ്. പച്ചയാം വിരിപ്പിട്ട സഹ്യ, ആ സഹ്യനെ തലവച്ച് കിടക്കുന്ന കേരളമേ, ഇതാ ഞങ്ങൾ നൽകുന്നു പച്ചക്കുടകൾ എന്ന് തിരുവമ്പാടി പ്രഖ്യാപിക്കുന്നു. രാമച്ചം, ഈ രാമച്ചത്തിന്റെ കുടകളുമായി അതിന് മറുപടി സുഗന്ധവാഹിയായ കുടകൾ. അത്തരമൊരു ഈ കുടയിലൊരു മണമൊളിപ്പിച്ച് വയ്ക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. കുട നിർത്തുമ്പോൾ ആ സുഗന്ധവാഹിയായ ആ രാമച്ചക്കുടകളാണ് ഇപ്പോൾ പാറമേക്കാവ് നൽകിയിരിക്കുന്നത്. പച്ചയായ കുടയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പച്ചക്കുടകൾ മാറി വീണ്ടും നിറങ്ങളുടെ വിസ്മയമാണ് തിരുവമ്പാടി തീർക്കുന്നത്. അതിൽ ഒട്ടേറെ അലങ്കാരങ്ങൾ ചേർത്ത് വെച്ച വയലറ്റിൽ പലതരത്തിലുള്ള തൊങ്ങലുകൾ അടുക്കി ചേർത്തുകൊണ്ട് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് തിരുവമ്പാടിയുടെ മറുപടി രാമച്ചക്കുടകളും മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തെ ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടക്ക് അതിൽ നേരത്തെ പറഞ്ഞ വയലറ്റ് നിറത്തിലുള്ള പാറമേക്കാവിന്റെ മറുപടി വീണ്ടും റോസ് നിറത്തിൽ കൂടുതൽ സ്വർണ്ണവർണ്ണത്തിലുള്ള അലങ്കാരങ്ങളാണ് അതിലൊരുക്കിയിരിക്കുന്നത്. വീണ്ടും കുടകൾ കൊണ്ടുള്ള മറുപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ വന്നു പോകുന്ന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാത്തിരുന്ന കാഴ്ച. ഒന്ന് അസ്തമിച്ചപ്പോൾ പുതിയ വെളിച്ചം, മനുഷ്യൻ നൽകുന്ന വെളിച്ചങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന അലുക്കുകൾ, അതിൽ തട്ടിത്തിളങ്ങുന്ന ആ കാഴ്ച, അത് നൽകുന്ന ഒരു ആനന്ദമുണ്ട്. ആനകളും കുറച്ചൊരു ആശ്വാസത്തിലായിരിക്കും. ജനങ്ങൾ ചൂടിലാണ്. ആ ജനങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും, ആ വലിയൊരു ജനക്കൂട്ടമാണ് അതിന് നടുക്കുള്ളത്. അവർക്ക് കാണാനായി ഇതാ ഇരുവിഭാഗവും പുതിയ കുടകൾ നൽകുന്നു. തിരുവമ്പാടിയുടെ കുടകൾ വീണ്ടും സ്വർണ്ണവർണ്ണവും പച്ചയും അടങ്ങിയ മനോഹരമായ അലങ്കാരങ്ങൾ നിറഞ്ഞ കുടകളാണ്. നേരത്തെ പറഞ്ഞതിന്റെ കുടകളാണ് അത്. പാറമേക്കാവ് വീണ്ടും ഇളനീല ഡിസൈനുമായുള്ള കുടകൾ ഉയർത്തിയിരിക്കുന്നു. കുടകൾ കൊണ്ടുള്ള മറുപടികൾ തുടരുമ്പോൾ ഇനി ഏത് രൂപങ്ങൾ നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന സഹസ്രക്കണക്കായ പൂരപ്രേമികൾ. നടുവിൽ നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി, കൈകളിലുള്ള വിശറികളും ബലൂണുകളും ആകാശത്തേക്ക് പറത്തിവിട്ട് ഈ പൂരാവേശത്തിൽ ലയിച്ചു ചേർന്നു. മറുപടി എന്ത്? പിങ്ക് നിറത്തിലുള്ള കുടകളുമായി തിരുവമ്പാടി നേരത്തെ പറഞ്ഞത് വെള്ളി അലുക്കുകളിൽ തട്ടിത്തെറിക്കുന്ന പ്രകാശമാണെങ്കിൽ ഇപ്പോൾ അത് സ്വർണ്ണ അലുക്കുകളിൽ തന്നെ തെറ്റിത്തെറിക്കുന്ന പ്രകാശരശ്മികളുടെ ആ സഞ്ചയം, കണ്ണിനിമ്പമായ കാഴ്ച. ഈ കാഴ്ച ഇതാ ഹൃദയത്തിലേക്ക്, ഒരു കൊല്ലത്തേക്ക് മുഴുവൻ കാത്തുവയ്ക്കാൻ പറ്റുന്ന, കണ്ണിനെയും മനസ്സിനെയും നിറയ്ക്കുന്ന കാഴ്ചകൾ. ആ കാഴ്ചയുടെ സായാഹ്നമാണിത്. നീലമാനത്തിന് താഴെ ആ ഇളം പിങ്ക് നിറത്തിലുള്ള കുടകളും ആ ആനക്കൊമ്പുകൾക്ക് മുകളിലൂടെ നോക്കൂ. ആ കാഴ്ച ലോകത്ത് സ്വർണ്ണത്തിൽ ലയിച്ചു ചേർന്ന കുടകളാണ് പാറമേക്കാവ് മറുപടി നൽകുന്നത്. തിരുവമ്പാടിയിൽ ഗോപുരത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടി നൽകുന്ന വർണ്ണശോഭ, കാഴ്ചാനുഭവം അത് എത്രത്തോളം മനോഹരമാണോ അതിന് നിറങ്ങളുടെ വിസ്മയങ്ങൾ കൊണ്ട് മറുപടി പറയുകയാണ് പാറമേക്കാവിന്റെ വയലറ്റ് നിറത്തിന് മറുപടി ഓറഞ്ച് നിറമുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടി നൽകി കഴിഞ്ഞു.